ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ 555 ഏഞ്ചൽ ടാരോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നമുക്കപ്പോൾ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. ഒരു അദൃശ്യ ശക്തി ഈ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള പ്രണയബന്ധത്തിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതിലൂടെ ഈ വ്യക്തിയിൽ ഒരുപാട് മാറ്റങ്ങൾ ഇതാ വരുന്നു. ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. സോ നമുക്ക് മുഴുവനുമായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ പേഴ്സൺ ഏതൊരു ചിന്താഗതിയിലാണ് നിൽക്കുന്നത്, നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് ഈ പേഴ്സൺ എന്തൊക്കെയാണ് ചിന്തിക്കുന്നത്, പുതിയ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നുണ്ടോ, പുതിയ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അത് എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് തന്നെ നോക്കാം എന്താണെന്നുള്ളത്. വാവ്, 3 ഓഫ് കപ്സ് സെലിബ്രേഷൻ ആണ് കാണിക്കുന്നത്. കാരണം ഇവിടെ ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും ലവേഴ്സ് ആണെങ്കിൽ അതൊരു മാരേജിലേക്ക് കൊണ്ടുപോകണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ എൻഗേജ്മെന്റിലേക്കോ അല്ലെങ്കിൽ മാരേജിലേക്കോ കൊണ്ടുപോകണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ഇനി അതല്ല നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിൽ പ്രഗ്നൻസി അല്ലെങ്കിൽ ഒരു പുതിയൊരു കുട്ടി വേണം, അല്ലെങ്കിൽ ഇതുവരെ നിങ്ങൾക്ക് കുട്ടികളില്ലെങ്കിൽ ഒരു കുട്ടി വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതായത് നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ, നിങ്ങളുമായിട്ടുള്ള ബന്ധം കുറച്ചും കൂടി പവർഫുൾ ആക്കാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നിങ്ങളുമായിട്ടുള്ള ബന്ധം കുറച്ചും കൂടി പവർഫുൾ ആക്കാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. സോ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുമായിട്ട് ഒരുമിച്ച് ആഘോഷിക്കണം, നിങ്ങളുമായിട്ട് ഒരുമിച്ച് സന്തോഷിക്കണം. ഈ ഒരു കാര്യം മാത്രമാണ് ഈ പേഴ്സന്റെ മനസ്സിൽ ഇപ്പോൾ ഉള്ളത്. ഈ പേഴ്സൺ ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ള ഒരു ആഗ്രഹവും കൂടി ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ആവശ്യപ്പെട്ടിട്ടുണ്ടാകാം. ഈ പേഴ്സണോട് നിങ്ങൾ ഒരുപാട് ആവശ്യപ്പെട്ടിട്ടുണ്ടാകാം, ഇങ്ങനെ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കണം, നന്നായിട്ട് ജീവിക്കണം, പരസ്പരം സന്തോഷിക്കണം എന്നിങ്ങനെയുള്ള ഒരുപാട് കാര്യത്തിൽ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാകാം. നിങ്ങൾ പലപ്പോഴും ഈ ഒരു ആഗ്രഹം ഈ പേഴ്സണോട് പറഞ്ഞിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഈ പേഴ്സൺ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാകാം. പക്ഷെ ഈ ഒരു കാര്യം പോസിബിൾ ആക്കി എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല. സോ നമുക്കിവിടെ ഏറ്റവും നന്നായിട്ട് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ ജോയ്ഫുൾ ആയിട്ടുള്ള സെലിബ്രേഷൻ ആണ്, വളരെ ആഘോഷത്തെയാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങളുമായിട്ടുള്ള ബന്ധം കുറച്ചും കൂടി കൂട്ടി യോജിപ്പിക്കാൻ, കുറച്ചും കൂടി സ്ട്രോങ് ആക്കാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിലാണെങ്കിൽ പോലും ചിലപ്പോൾ നിങ്ങൾ വല്ലപ്പോഴുമായിരിക്കാം സംസാരിക്കുന്നത്, വല്ലപ്പോഴുമായിരിക്കാം നിങ്ങൾ ഒരുമിച്ച് കാണുന്നതും സംസാരിക്കുന്നതും. അപ്പൊ നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ കുറച്ചും കൂടി പവർഫുൾ ആക്കാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ആൻഡ് ഓൾസോ നമുക്ക് കാണാൻ സാധിക്കുന്നത് തടസ്സങ്ങളെയെല്ലാം മാറ്റിമറിക്കാനായിട്ട്, അതായത് ഇവിടെ ഇത്രയും കാലം നിങ്ങൾക്കിടയിൽ തടസ്സങ്ങൾ ഉണ്ടായിരുന്നു, ആ തടസ്സങ്ങളെ കുറിച്ച് മാത്രം, അല്ലെങ്കിൽ ആ തടസ്സങ്ങൾ ഉള്ളത് കൊണ്ട് എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുകയില്ല എന്നുള്ള രീതിയിലാണ് ഈ പേഴ്സൺ നിന്നിരുന്നത്. അല്ലെങ്കിൽ ഒരുപാട് തടസ്സങ്ങളുണ്ട്, ആ തടസ്സങ്ങൾ മാറ്റി വെക്കാനായിട്ട് എന്നെ കൊണ്ട് പറ്റത്തില്ല എന്നുള്ള രീതിയിലാണ് ഈ പേഴ്സൺ നിന്നിരുന്നത്. പക്ഷെ ഇപ്പോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണോ തടസ്സം, എന്താണോ സിറ്റുവേഷൻ, ആ ഒരു സിറ്റുവേഷനെ മര്യാദക്ക് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ മറികടക്കാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുമായിട്ട് മനസ്സ് തുറന്ന് സമാധാനമായിട്ട് സംസാരിക്കാനും പല പദ്ധതികൾ തയ്യാറാക്കാനും ഈ വ്യക്തി തുടങ്ങിയിരിക്കുന്നു, അതിനുവേണ്ടി പരിശ്രമം തുടങ്ങിയിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അതായത് നിങ്ങളുമായിട്ട് എന്തൊക്കെയോ പദ്ധതികൾ തയ്യാറാക്കണം, എന്തൊക്കെയോ പ്ലാനിങ് ഇടണം, എന്തൊക്കെയോ പദ്ധതികൾ ഈ വ്യക്തിക്കുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഈ പേഴ്സൺ ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. നിങ്ങളുമായിട്ട് മനസ്സ് തുറന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. കാരണം ഒന്നാമത്തെ കാര്യം, ഏറ്റവും വലിയ സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു വെപ്പൺ എന്ന് പറയുന്നത്, അതായത് ഏതൊരു ബന്ധത്തിൻ്റെയും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് മനസ്സ് തുറന്നുള്ള ഒരു സംസാരമാണ്, ഒരു കമ്മ്യൂണിക്കേഷൻ ആണ്. ആ കമ്മ്യൂണിക്കേഷൻ അവർക്കിടയിൽ ഇല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാൻ പറ്റുകയുമില്ല. ഇവിടെയും നിങ്ങൾക്കിടയിൽ അത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുമായിട്ട് മനസ്സ് തുറന്ന് സമാധാനമായിട്ട് സംസാരിച്ചുകൊണ്ട് ഒരുപാട് പദ്ധതികൾ, ഒരുപാട് തീരുമാനങ്ങൾ ഉണ്ടാക്കിയെടുക്കണമെന്നാണ് ഈ പേഴ്സൺ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് പറയാതിരിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്.
ആൻഡ് ഓൾസോ ഈ പേഴ്സൺ ഇപ്പോൾ ഒരു ചെറിയ കോൺഫിഡൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അതായത് ഈ പേഴ്സൺ മനസ്സിൽ വിചാരിക്കുന്നത് ഈ പേഴ്സന്റെ എന്താഗ്രഹവും മാനിഫെസ്റ്റേഷനിലൂടെ നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ചാണ് ഈ പേഴ്സൺ ഇപ്പൊ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ആദ്യമൊക്കെ ഈ വ്യക്തി വിചാരിച്ചിരുന്നത് ഈ വ്യക്തിയെ കൊണ്ട് ഒന്നും നടക്കത്തില്ല, ഈ വ്യക്തി വളരെ ഒട്ടും പവർഫുൾ അല്ല, ഈ വ്യക്തിക്ക് സ്വന്തമായിട്ടൊരു അഭിപ്രായമില്ല, ഈ വ്യക്തിക്ക് സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവില്ല, സ്വന്തമായിട്ട് യാതൊരു തരത്തിലും ഒന്നുമില്ലാത്ത ഒരു വ്യക്തി, ഒരു വീക്കായിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. വീക്ക് പേഴ്സൺ എന്ന് പറയുമ്പോൾ എല്ലാം കൊണ്ടും തളർന്നു കിടക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഈ പേഴ്സണെ തന്നെ വിചാരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പിൽ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരാനോ തീരുമാനങ്ങൾ എടുക്കാനോ അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകാനോ ഒന്നിനും ഈ വ്യക്തി തയ്യാറായിരുന്നില്ല. അപ്പൊ നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ വ്യക്തിയുടെ എനർജിയിൽ അല്പസ്വല്പം ഒരു കോൺഫിഡൻസ് ഒക്കെ വന്നു ചേർന്നിട്ടുണ്ട്, ആത്മവിശ്വാസം ഒക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ആഗ്രഹിക്കുന്ന എന്താഗ്രഹവും മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ട് നേടിയെടുക്കാൻ സാധിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസമാണ് ഈ വ്യക്തിക്ക് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതിന്റെ ഒരു ഭാഗമായിട്ട് ഈ വ്യക്തി എന്തെങ്കിലും തരത്തിലുള്ള എനർജീനെ പ്രാർത്ഥിക്കുന്നുണ്ടാകാം. അതായത് ഏതെങ്കിലും ഒരു ദൈവത്തിനെ ഉപാസിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് ടെക്നിക്ക് ഈ പേഴ്സൺ ചെയ്യുന്നുണ്ടാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും മാന്ത്രിക താന്ത്രിക വിദ്യകൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജ്യോത്സ്യന്റെയോ അല്ലെങ്കിൽ പുരോഹിതന്മാരുണ്ടല്ലോ, ഇങ്ങനെ മതപരമായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, അപ്പോൾ അവര് പ്രകാരം എന്തെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ ഈ വ്യക്തി നേടിയെടുക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അത് ജ്യോത്സ്യൻ വഴിയാകാം, പള്ളിയിലച്ചൻ വഴിയാകാം, അല്ലെങ്കിൽ തങ്ങള് വഴിയാകാം. അതായത് ദൈവത്തോട് അടുത്ത് നിൽക്കുന്ന ആൾക്കാരിൽ നിന്നും എന്തെങ്കിലും പ്രാർത്ഥനകളോ അല്ലെങ്കിൽ മാന്ത്രിക താന്ത്രിക വിദ്യകൾ സ്വീകരിക്കുകയോ ഒക്കെ ചെയ്തിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. ആൻഡ് ഓൾസോ ദ ഒബ്സർവർ ആണ് കിട്ടിയിട്ടുള്ളത്. കാരണം ഈ പേഴ്സൺ ഇപ്പോൾ എന്ത് കാര്യത്തിനെ കുറിച്ചും നല്ല രീതിയിൽ സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. എന്ത് കാര്യത്തിനെ കുറിച്ചും നന്നായിട്ട് നിരീക്ഷിക്കണമെന്നും അതിൽ നല്ലതേത് ചീത്ത ഏത് എന്ന് വേർതിരിച്ച് നോക്കേണ്ടതുണ്ട് എന്നും ഈ പേഴ്സൺ ഇപ്പോൾ തിരിച്ചറിയാണ്. ഈ പേഴ്സണ് പ്രത്യേകിച്ച് അങ്ങനെ ഒരു നിരീക്ഷണം നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നില്ല. ഈ പേഴ്സൺ ജനറലൈസ് ചെയ്താണ് കണ്ടുകൊണ്ടിരുന്നത്. അതായത് നിങ്ങളുമായിട്ട് എപ്പോഴും വഴക്കുകൾ ഉണ്ടാകുന്നു, പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, നിങ്ങളുമായിട്ട് മര്യാദക്ക് ജീവിക്കാൻ പറ്റുന്നില്ല, ഇതൊക്കെ ശരിയാണ്. എന്നാൽ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുവാനോ എന്താണ് ഇവിടെ പ്രശ്നങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ അടിക്കടി ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇങ്ങനെ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്, എന്താണ് ഇവിടെ യഥാർത്ഥത്തിൽ പ്രശ്നം, നെഗറ്റീവ് എനർജി എന്താണ് എന്നുള്ളതിനെ കുറിച്ച് ഈ പേഴ്സൺ ഇപ്പോൾ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ നല്ലൊരു നിരീക്ഷകനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യമൊന്നും ഇതിനെപ്പറ്റി ചിന്ത ഉണ്ടായിരുന്നില്ല. ബാഡ് ലക്ക് ആണെന്നാണ് ഈ പേഴ്സൺ പറഞ്ഞിരുന്നത്. അതായത് ഭാഗ്യമില്ലായ്മയാണ്, അല്ലെങ്കിൽ വരുന്നത് പോലെ വരട്ടെ, വരുന്നിടത്ത് വെച്ച് കാണാം, അത്തരം ഒരു ചിന്താഗതിയാണ് ഈ പേഴ്സൺ ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ നല്ലൊരു ഒബ്സർവിങ് മെന്റാലിറ്റിയിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്ത് കാര്യവും നല്ല രീതിയിൽ തന്നെ സൂക്ഷ്മതയോട് കൂടി ഈ വ്യക്തി നിരീക്ഷിക്കാൻ പഠിച്ചിരിക്കുന്നു. ട്രാവലിംഗ് എനർജി നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ വ്യക്തി നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് എന്താന്ന് വെച്ചാൽ യാത്ര ചെയ്യാനൊക്കെ താല്പര്യപ്പെടുന്നുണ്ട്. ഒരുപാട് യാത്ര ചെയ്യാനും, ഇപ്പൊ ദൂരെയാണ് ഈ പേഴ്സൺ നിൽക്കുന്നതെങ്കിൽ യാത്ര ചെയ്തിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാനുമാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്കൊരു ട്രാവലിംഗ് എനർജി നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. യെസ്, റിന്യൂവൽ ആണ്. എല്ലാം പൂർവാധികം ശക്തിയോട് കൂടി കൊണ്ടുവരിക, അത് തന്നെയാണ് ഈ പേഴ്സൺ ഇപ്പോൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, റിന്യൂവൽ, അതായത് പുതുക്കിയെടുക്കുക. കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ നശിച്ചു കിടക്കുകയാണ്, അപ്പൊ അതൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം. നമ്മുടെ ഫോണൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യില്ലേ, അതുപോലെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാനാണ്, ഈ പ്രണയബന്ധത്തെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാനാണ്, ഒന്ന് പുതുക്കി പണിയാനാണ്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എന്തൊക്കെയോ ചതവും പോരായ്മകളും ഒക്കെ ഉണ്ട്. അപ്പൊ അതെല്ലാം റീഫില്ല് ചെയ്ത് പുതുക്കി പണിയാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിക്കുന്നത്. പുതുക്കിയെടുക്കാനാണ്, ഈ പ്രണയബന്ധത്തെ പുതുപുത്തനാക്കാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഓൾസോ ദ ഓവറോൾ എനർജി നമുക്ക് നോക്കാം. ഗണപതിയാണ് കിട്ടിയിട്ടുള്ളത്. ക്ലിയറിംഗ് എനർജിയാണ്. ഉറപ്പായിട്ടും ഈ പേഴ്സൺ ഗണപതിനെ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ ഗണപതി ഭഗവാന്റെ അനുഗ്രഹം നല്ല രീതിയിൽ ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് ഗണപതി ഭഗവാന്റെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അനുഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലിയറിംഗ് ആണ്.
ക്ലിയറിംഗ് എന്ന് പറയുന്നത് അനാവശ്യമായിട്ടുള്ള തടസ്സങ്ങൾ ക്ലിയർ ചെയ്യുക. മനസ്സിലായോ? അപ്പൊ അത് ഈ വ്യക്തിയെ കൊണ്ട് അതായത് അത് ഈ വ്യക്തിക്ക് ഒരു അനുഗ്രഹമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ ഗണപതി ഭഗവാന്റെ അനുഗ്രഹമാണ് നമുക്കിവിടെ ഈ റീഡിങ്ങിൽ ഏറ്റവും കൂടുതൽ കാണുവാൻ സാധിക്കുന്നത്. ഗണപതി ഹോമം നടത്തുന്നുണ്ടാകാം, ഗണപതി ഹവനം നടത്തുന്നുണ്ടാകാം, അല്ലെങ്കിൽ ഗണപതിയെ നല്ല രീതിയിൽ പൂജിക്കുന്ന വ്യക്തിയായിരിക്കാം. എന്തുകൊണ്ടോ ഗണപതി ഭഗവാനെ നല്ല രീതിയിൽ പ്രസൻസ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് ചിലപ്പോൾ അനുഭവിച്ചറിയാൻ തുടങ്ങിയിട്ടുണ്ടാകാം, അനുഭവിച്ചറിയാൻ പറ്റുന്നുണ്ടാകാം, മേ ബി. ഓക്കെ, അത് നമുക്കിവിടെ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പേഴ്സന്റെ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് ഒരുപാട് ഒട്ടും പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ വിചാരിക്കുകയാണ് ഈ പേഴ്സന്റെ ഭാഗത്തു നിന്നും അങ്ങനെയൊന്നും ഉണ്ടാവില്ല, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാകില്ല എന്ന് നിങ്ങൾ വിചാരിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഇന്നു മുതൽ ഈ പേഴ്സന്റെ ഭാഗത്തു നിന്നും നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത പല സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങളും നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ട്, ഉറപ്പായിട്ടും ഉണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് കൊള്ളാം. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ നിൽക്കാനായിട്ട്. ഓക്കെ, അതിനനുസരിച്ചിട്ട് പോസിറ്റീവായിട്ട് വേണം നിങ്ങൾ നിൽക്കാനായിട്ട്. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്രതീക്ഷിതമായിട്ടുള്ള പല സന്തോഷങ്ങളും പല നേട്ടങ്ങളും നിങ്ങൾക്ക് വരാനായിട്ടുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയുമാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ ഈ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. സോ ബൈ.